For example, look at Kerala. കഴിഞ്ഞ 5 to 10 years കേരള ഗവൺമെന്റ് എന്തൊക്കെ ഡെവലപ്മെന്റ്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് നോക്കാമല്ലോ. കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരള ഗവൺമെന്റ് കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി 1.5 മുതൽ 2 ലക്ഷം കോടി രൂപയാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ളത്. അത് മാത്രമോ, പുതിയ ഹോസ്പിറ്റൽ ബിൽഡിംഗ്, ആധുനിക സാങ്കേതിക വിദ്യ, ആധുനിക സാങ്കേതിക ഉപകരണങ്ങൾ, ആധുനിക ചികിത്സ, അതും ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ കുറഞ്ഞ ചെലവിൽ. അതെ, കഴിഞ്ഞ UDF ഭരണകാലത്ത് 1500-ലധികം സ്കൂളുകളാണ് കേരളത്തിൽ പൂട്ടാൻ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്തത്. എന്ത് കാരണം കൊണ്ട്? പഠിക്കാൻ കുട്ടികളില്ലാത്രേ. ഇപ്പൊ അങ്ങനെയാണ് സ്ഥിതി. പണ്ടത്തെ പോലെ ഒടിഞ്ഞ ബെഞ്ചും ഡെസ്കുള്ള സ്കൂളുകളല്ല, ഇപ്പൊ പുതിയ കെട്ടിടങ്ങളായി. അത് വലിയ ഹൈടെക് ക്ലാസ് റൂമുകൾ, സ്മാർട്ട് ഫെസിലിറ്റീസ്, പുതിയ സ്പോർട്സ് ഫെസിലിറ്റീസ്, റോബോട്ടിക് പഠന സൗകര്യങ്ങൾ, IT ലാബ്, അത്രയും ഗംഭീര സൗകര്യങ്ങളുള്ള സ്കൂളുകളാണ് ഇന്ന് കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ സർക്കാർ സ്കൂളുകളിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ധാരാളം കുട്ടികളും ഉണ്ട്. പിന്നെ സ്കൂൾ കൂട്ടണം.